ഞാൻ ചോദിക്കട്ടെ, ഈ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ കൊണ്ടുവന്ന ആരാ? കോൺഗ്രസ് അല്ലേ? എന്താ മുദ്രാവാക്യം വിളിച്ചത്? ഭീഷണി. കഴിഞ്ഞ അതിന് തൊട്ട് മുമ്പ് നടന്ന ചില യോഗങ്ങളിൽ ചില കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും അനുഭാവികളായ ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ടായി. വിളിച്ചന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ കൊണ്ടുവന്നാണ്, ഇല്ലേ തൊഴിലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കിയ നേതൃത്വമാണ്, ചില ഒരു പ്രവർത്തകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളല്ല ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന് പറഞ്ഞത്. അതിലെ സ്ലാങ് തെറ്റിപ്പോയി എന്നല്ലാതെ ആ വിളിച്ച സ്ത്രീയോ കൂടിയ വനിതകളുടെ കൂട്ടമോ UDF-ഓ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെതിരാണോ? തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് UP ആണ്. അതിന് അംഗീകാരം കൊടുത്തത് UP ആണ്. അവസരമെടുത്തിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്നും തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ബഹുമാനം മാത്രമേ വേണ്ടൂ. അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് വേദനിച്ചുണ്ടെങ്കിൽ അതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് CPM ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റായ നടപടിയാണ്. കാരണം ആളെ കിട്ടാത്തിടത്തൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നിടത്ത് ഭീഷണിപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവന്നുണ്ട്. അതൊരു പരാതിയാണ്, ഞങ്ങൾക്ക് ലഭിച്ചൊരു പരാതിയാണ്, വസ്തുതയാണ്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉദ്ദേശിച്ചാണ് സഹോദരി മുദ്രാവാക്യം വിളിച്ചത്, അല്ല ആരെയും അവമാനിക്കാനല്ല. പക്ഷെ അതിനിങ്ങനെയൊക്കെയാണ് അവമാനിക്കുക. അത് ഏതോ ഒരു സാധാരണ പ്രവർത്തകയെ സഹോദരി വിളിച്ചത്. ഇദ്ദേഹം ആരാ?